അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോക മുസ്ലിമീങ്ങൾ അവരുടെ വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങളും ഇത് മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമല്ലേ, ഇത് അറബിയിലല്ലേ, ഇത് മുസ്ലിമീങ്ങൾ മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു വേദഗ്രന്ഥമല്ലേ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. കാരണം വിശുദ്ധ ഖുർആൻ അതിൻ്റെ അഭിസംബോധന തന്നെ, അതിൻ്റെ വിളി തന്നെ യാ അയ്യുഹന്നാസ് എന്നാണ്, അല്ലയോ മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ ഖുർആൻ ആർക്കുള്ളതാണെന്ന് പറയുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅത്തുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കൊരു സാരോപദേശം വന്നെത്തിയിരിക്കുന്നുവെന്നാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. അപ്പം മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മനുഷ്യരുടെ ദൈവമായ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് വേണ്ടി ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനോ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കോ പരിമിതപ്പെട്ട ഗ്രന്ഥമല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമായതുകൊണ്ട് തന്നെ അതൊരു അമാനുഷിക ഗ്രന്ഥമാണ്, അത്ഭുതകരമായ ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ദൈവം മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ഒന്നിനെ അതിന് തുല്യമായ ഒന്ന് മനുഷ്യർക്ക് രചിക്കാനോ എഴുതാനോ ഉണ്ടാക്കിയെടുക്കാനോ കഴിയില്ല. കാരണം അത് ദൈവീകമാണ്. വിശുദ്ധ ഖുർആൻ ദൈവീകമല്ല, അത് മുഹമ്മദ് നബി എന്ന വ്യക്തി എഴുതിയുണ്ടാക്കിയ കെട്ടിച്ചമച്ച കേവലം ചില വചനങ്ങളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ ഖുർആനെതിരെയുള്ള ആരോപണമാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് എഴുതിയുണ്ടാക്കിയൊരു ഗ്രന്ഥമാണ് എന്നുള്ളത്. അന്നു തന്നെ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു. വിശുദ്ധ ഖുർആൻ പോലൊരു വേദഗ്രന്ഥം നിങ്ങൾ പകരം കൊണ്ടുവരൂ, അതിനു തുല്യമായ ഒന്നിനെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതിനവർ അശക്തരായപ്പോൾ ഖുർആൻ പറഞ്ഞു, എങ്കിൽ ഫഅ്തു ബി അശ്രി സുവരിൻ, നിങ്ങൾ ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതിനും അവർ അശക്തരായപ്പോൾ ഖുർആൻ പറഞ്ഞു, ഫഅ്തു ബി സൂറത്തിൻ, നിങ്ങൾ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നുവരെ 1400 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ ഒരു സൂറത്തിൻ്റെ ഒരു വചനത്തിനു തുല്യമായ ഒരു വചനം പോലും ഇന്നേ വരെ മനുഷ്യർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരെ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഭൂതവർഗമായ ജിന്നുകളെയും ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർക്കും ജിന്നുകൾക്കും ഒരുമിച്ച് ചേർന്നാൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും അമാനുഷികമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അമാനുഷികമാണ്, അത് ദൈവീകമാണ്, അതൊരു മനുഷ്യന് എഴുതിയുണ്ടാക്കാൻ കഴിയില്ല. എത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വിശുദ്ധ ഖുർആൻ രചിക്കാൻ കഴിയില്ല, രചിച്ചിട്ടുമില്ല പ്രവാചകൻ. എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തി തന്നെ ഈ വിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്താണതിൻ്റെ കാരണം? അല്ലാഹു സുബ്ഹാനഹു തആല ഈ വേദഗ്രന്ഥത്തെ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്താൻ തിരഞ്ഞെടുത്ത വ്യക്തി നിരക്ഷരനായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെപ്പറ്റി പറയുന്നത് അൻ-നബിയുൽ ഉമ്മി എന്നാണ്, നിരക്ഷരനായ പ്രവാചകൻ എന്നാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഫആമിനു ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം, അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കണം. എങ്ങനെയുള്ള റസൂലാണ്? അൻ-നബിയിൽ ഉമ്മി, നിരക്ഷരനായൊരു പ്രവാചകൻ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെപ്പറ്റി പരിചയപ്പെടുത്തിയത് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്?
അറേബ്യയിൽ 40 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിട്ട് അദ്ദേഹം 40 വയസ്സുവരെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല, ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. മാ കുന്ത തദ്രീമൽ കിതാബ് വലൽ ഈമാൻ, നബിയെ താങ്കൾക്ക് മുൻപ് വേദഗ്രന്ഥം എന്തായിരുന്നെന്നോ ഈമാൻ എന്തായിരുന്നെന്നോ താങ്കൾക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, വേദഗ്രന്ഥം എന്തെന്നോ ഒരു പുസ്തകത്തിൻ്റെ വാചകങ്ങൾ വായിക്കാനോ പ്രവാചകൻ അറിയുമായിരുന്നില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച നാടാകട്ടെ കവികളുടെ നാടാണ്. കവിതയുടെയും സാഹിത്യത്തിൻ്റെയും ഏറ്റവും വലിയ നാടാണ് അറേബ്യ. ആ നാട്ടിൽ പ്രവാചകൻ 40 വർഷം വരെ ജീവിച്ചിട്ട് പ്രവാചകൻ ഒരു കവിത പോലും പാടിയിട്ടില്ല എന്നത്, ഒരു കവിത പോലും എഴുതിയിട്ടില്ല എന്നത്, ഒരു കവിത പോലും പ്രവാചകൻ നോക്കി വായിച്ചിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആൻ അമാനുഷികമാണെന്ന് തെളിയിക്കാൻ അള്ളാഹു ആ പ്രവാചകനെ 40 വയസ്സുവരെ അക്ഷരം പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ അല്ലംനാഹു ശഅറ വമാ യംബഗി ലഹു, നാം അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അത് യോജിച്ചതുമല്ല. എന്തുകൊണ്ടാണ്? പ്രവാചകൻ ഈ വിശുദ്ധ ഖുർആനുമായി അറേബ്യയുടെ മുന്നിൽ അല്ലെങ്കിൽ അറബ് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഈ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ അവർ പറയും ഇതൊരു കവിതയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരു കവിതയുമല്ല, ഇതൊരു കവിയുടെ വാക്കുമല്ല എന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന് 40 വയസ്സ് വരെ കവികളുടെ നാട്ടിൽ ജീവിച്ചിട്ടും കവിത പഠിപ്പിച്ചു കൊടുക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ നോക്കൂ, അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ്റെ നാവിലൂടെ ലോകം കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതും എന്താണ്? ശാസ്ത്ര സത്യങ്ങളാണ്, ചരിത്ര സംഭവങ്ങളാണ്. പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് പഠിപ്പിച്ച ശാസ്ത്ര സത്യങ്ങളൊന്നും തെറ്റായിട്ടില്ല. പ്രവാചകന് അന്ന് ശരിയെന്ന് പറഞ്ഞത്, തെറ്റെന്ന് പറഞ്ഞത് പിന്നീട് മാറ്റിപ്പറയേണ്ടി വന്നിട്ടില്ല. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലൂടെ നാം കേട്ടതും നാം പഠിച്ചതുമായ ശാസ്ത്ര സത്യങ്ങൾ ഓരോന്നും എടുത്തു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഴക്കടലിൻ്റെ ഇരുട്ടിനെപ്പറ്റി പറഞ്ഞു. ആഴക്കടലിലേക്ക് ഇതുവരെ പ്രവാചകൻ പോയി നോക്കാതെ, ആഴക്കടലിൻ്റെ അടിത്തട്ടിലെ ഗവേഷണങ്ങൾ നടത്താതെ എങ്ങനെയാണ് ആഴക്കടലിൽ ഇരുട്ടാണെന്ന് പ്രവാചകൻ അറിഞ്ഞത്? ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ ആകാശലോകത്തുള്ള ഗോളങ്ങളെ സംബന്ധിച്ച്, ഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുമ്പോൾ ഇന്നലെ വരെ ആകാശ ലോകത്തെ സംബന്ധിച്ചൊരു ഗവേഷണം നടത്താത്ത പ്രവാചകൻ ആകാശലോകത്തെ സംബന്ധിച്ചും ഗ്രഹങ്ങളെ സംബന്ധിച്ചും സൂര്യൻ്റെ ചലനത്തെ സംബന്ധിച്ചും ചന്ദ്രൻ്റെ ചലനത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ മുന്നിലുള്ള സമൂഹത്തോട് പറയുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. സൂര്യൻ്റെ ചലനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ കോതിക്കൊടുത്ത ഖുർആനിൻ്റെ വചനം, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ, സൂര്യൻ അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ്. അപ്പോൾ സൂര്യന് ഒരു സഞ്ചാരമുണ്ട്, സൂര്യന് ചലനമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് എന്താണ്? സൂര്യൻ ചലിക്കുന്നില്ല, മറ്റു ഗ്രഹങ്ങളെല്ലാമാണ് ചലിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതിത്തന്ന ഖുർആനിൻ്റെ വചനങ്ങൾ അതിന്ന് സത്യമായി പുലരുകയാണ്. ഇനി നോക്കൂ, ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തെ സംബന്ധിച്ച് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചത് അതൊക്കെ ഒരു സ്വിമ്മിങ് പ്രോസസ്സിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് അത് നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിന് ഖുർആൻ നടത്തിയ പ്രയോഗം വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോ ഗോളങ്ങളും അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ, അവിടെ പ്രയോഗിച്ച പദങ്ങൾ പോലും എത്ര സൂക്ഷ്മമാണ്, അവിടെ ഉപയോഗിച്ച വാക്കുകൾ പോലും എത്ര കൃത്യമാണ്. എങ്ങനെയാണ് നിരക്ഷരനായ ഒരു വ്യക്തിക്ക്, പുസ്തകം വായിച്ചിട്ടില്ലാത്ത, അക്ഷരമറിയാത്ത, ഒരു ചരിത്ര പുസ്തകങ്ങൾ വായിക്കാത്ത, ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കാത്ത ഒരു വ്യക്തിക്ക് ഇത്ര കൃത്യതയോടെയും ഇത്ര വ്യക്തതയോടെയും ഓരോ വിഷയത്തിലും കൃത്യമായ അറിവ് പകർന്നു നൽകാൻ എങ്ങനെ കഴിഞ്ഞു? ആ പ്രവാചകനെ അള്ളാഹു നിരക്ഷരനായി വളർത്തിയെടുത്തത് ഈ ഖുർആൻ ആ മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതല്ല. ഒരിക്കലും ആ പ്രവാചകൻ അങ്ങനെ എഴുതിയുണ്ടാക്കാൻ കഴിയില്ല, അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആകാശത്ത് നിന്ന് ഇറങ്ങിയ വചനങ്ങളാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രങ്ങൾ,
യൂസുഫ് നബിയുടെ ചരിത്രം, ഇങ്ങനെ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ അന്നത്തെ അറേബ്യയിലെ ജനങ്ങൾ വായിച്ചിരുന്നത് വിവിധ നാടുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടിയിരുന്ന ചെറിയ ചെറിയ കഥപുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങളിലൂടെയാണ്. അതൊരിക്കലും മുഹമ്മദിനെ പോലുള്ള നിരക്ഷരനായ ഒരു വ്യക്തിക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല എന്നത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാമായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് എത്ര വിശദമായി വ്യക്തമായി ആ ചരിത്രങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതല്ല. ഒരിക്കലും എഴുതിയുണ്ടാക്കാൻ പ്രവാചകന് കഴിയുകയുമില്ല. നോക്കൂ, ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിച്ച പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. മോസസ് പ്രവാചകൻ 136 തവണയാണ് ആ പ്രവാചകൻ്റെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചത്. മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ക്രൈസ്തവർ വിശ്വസിക്കുന്ന ജീസസ്, ആ ഈസാ നബിയുടെ പേര് എത്രയോ തവണ പരാമർശിച്ചു. പക്ഷേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാകട്ടെ വെറും 4 തവണയാണ് പരാമർശിച്ചിട്ടുള്ളത്. പ്രവാചകൻ എഴുതിയുണ്ടാക്കിയൊരു ഗ്രന്ഥമായിരുന്നുവെങ്കിൽ, പ്രവാചകൻ തൻ്റെ പെരുമയും അതല്ലെങ്കിൽ തൻ്റെ പേരും ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി എഴുതിയുണ്ടാക്കിയൊരു പുസ്തകമായിരുന്നുവെങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രവാചകൻ്റെ ജീവിത ചരിത്രമായിരുന്നു അതിൽ വരേണ്ടിയിരുന്നത്. പ്രവാചകൻ്റെ മഹിമയും മഹത്വവുമായിരുന്നു അവിടെ വിശദീകരിക്കേണ്ടിയിരുന്നത്. പ്രവാചകൻ്റെ പേരായിരുന്നു ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ കേവലം 4 തവണ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ശരിയെന്ന് പറഞ്ഞത് പിന്നീട് ഒരിക്കലും തെറ്റായിട്ടില്ല. ഖുർആൻ തെറ്റെന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടില്ല. ഇനി ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ശിക്ഷാ നിയമങ്ങളെപ്പറ്റി നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ശിക്ഷാ നിയമങ്ങൾ ഇന്നും പ്രായോഗികമാണ്. അത് ഏത് കാലഘട്ടത്തിനും യോജിച്ചതാണ്. അതൊരിക്കലും ഒരു പ്രാകൃത നിയമമാണെന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുന്നിൽ പ്രായോഗികമായി അവതരിപ്പിച്ച ശിക്ഷാ നിയമങ്ങൾ ഇന്നും പ്രായോഗികമായി തുടരുന്നു എന്നത് വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണ്. അത് തീർച്ചയായും ദൈവികമാണ് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ചോദ്യം, അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലായിരുന്നെങ്കിൽ, ദൈവികമല്ലായിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾക്ക് ധാരാളം ഭിന്നതകൾ, ഭിന്നാഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാമായിരുന്നു. പരസ്പര വൈരുദ്ധ്യം വിശുദ്ധ ഖുർആനിൽ എവിടെയും ഇല്ല എന്നത് വിശുദ്ധ ഖുർആൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കാരണം ഒരാളൊരു ഗ്രന്ഥം എഴുതിയാൽ, ഒരാളൊരു പുസ്തകം എഴുതിയാൽ എവിടെയെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടാകും. എന്നാൽ ഇന്നുവരെ വിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങളിൽ, വിശുദ്ധ ഖുർആനിൻ്റെ പദങ്ങളിൽ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ ഒരു തെറ്റ് കാണിച്ചു തരാൻ, അതല്ലെങ്കിൽ ഒരു ന്യൂനത കാണിച്ചു തരാൻ 1400 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ദൈവികമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിനെ നിങ്ങൾ പഠിക്കണം. ഈ ഖുർആൻ മനുഷ്യർക്കു വേണ്ടി മനുഷ്യരുടെ ദൈവം അവതരിപ്പിച്ചെന്ന വേദഗ്രന്ഥമാണ്. ഈ ഖുർആൻ നിങ്ങൾക്കുള്ളതാണ്. ഈ ഖുർആൻ നമുക്കുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വഴികാട്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിനെ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പരിപൂർണമായി അതിൻ്റെ അർത്ഥം വായിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥത്തെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിക്കാനുള്ള മഹത്തായ ദൈവിക അനുഗ്രഹം അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.